My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ മറ്റ് രാജ്യങ്ങളിൽ കമ്പനി തുടങ്ങുമ്പോൾ എന്താണ് ടാക്സ് ഇമ്പാക്റ്റ്? നിങ്ങൾ വിദേശ രാജ്യത്ത് തുടങ്ങുന്ന കമ്പനിയുടെ സെൻട്രൽ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ യു കെയിൽ നിന്നാണെങ്കിൽ അത് യു കെ റെസിഡൻറ്റ് കമ്പനിയായിട്ട് കണക്കാക്കി യു കെയിൽ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഇതുകൂടാതെ നിങ്ങൾ യു കെയിൽ താമസിക്കുന്നത് കൊണ്ട് 182 ഡേയ്സിൽ കൂടുതൽ യു കെയിൽ താമസിക്കുന്നത് കൊണ്ട് വേൾഡ് വൈഡ് ഇൻകത്തിന് പേഴ്സണൽ വരുമാനത്തിനും ടാക്സ് കൊടുക്കണം. വിദേശത്ത് കമ്പനിയാണെങ്കിലും അതിൻ്റെ സെൻട്രൽ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോള് യു കെയിൽ നിന്നായതുകൊണ്ട് അത് യു കെ റെസിഡൻറ്റ് കമ്പനിയായിട്ട് കണക്കാക്കുന്നു. ഇത് കമ്പനിയുടെ കോർപ്പറേഷൻ ടാക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ. ഇനി പേഴ്സണൽ ടാക്സിന് വേൾഡ് വൈഡ് ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. യു കെ താമസിക്കുന്ന ഒരു ഡയറക്ടർ ഇന്ത്യയിലോ മിഡിൽ ഈസ്റ്റിലോ മറ്റേതെങ്കിലും രാജ്യത്ത് കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ സെൻട്രൽ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ യു കെയിൽ നിന്നാണെങ്കിൽ അത് യു കെ റെസിഡൻറ്റ് കമ്പനിയായിട്ട് കണക്കാക്കി യു കെയിൽ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. HMRC ഇതിനെ യു കെ റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ നിങ്ങൾ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻറ്റ് പ്രകാരം ഒരേ ഇൻകത്തിന് രണ്ട് രാജ്യത്ത് ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇത് പ്രകാരം ഗവൺമെൻറ്റിൻ്റെ ട്രീറ്റി പ്രകാരം ഏത് രാജ്യത്ത് നിങ്ങൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു കെയിൽ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കുന്ന സമയത്ത് അത് ഡിഡക്റ്റ് ചെയ്യുവാനും അങ്ങനെ യു കെയിലെ റെസിഡൻറ്റ് കമ്പനി എന്ന രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നു. യു കെയിൽ താമസിക്കുന്ന ഒരാൾക്ക് യു എയിലോ ഇന്ത്യയിലോ കമ്പനി ഉണ്ടായിരിക്കെ ആ കമ്പനിയുടെ മജോറിറ്റി ഷെയർ ഹോൾഡർ ആകുകയോ ഡയറക്ടർ ആകുകയോ അതിൻ്റെ സെൻട്രൽ മാനേജ്മെൻറ്റ് കൺട്രോൾ യു കെയിൽ നിന്നാകുമ്പോൾ അത് യു കെ റെസിഡൻറ്റ് കമ്പനിയായിട്ട് കമ്പനിയുടെ ടാക്സ് യു കെയിൽ കൊടുക്കേണ്ടി വരുന്നു. ഇതിനു പുറമെ പേഴ്സണൽ ടാക്സും കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് റിലീഫ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരേ വരുമാനത്തിന് രണ്ട് രാജ്യത്ത് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. യു കെയിൽ താമസിക്കുന്ന പലരും മറ്റ് രാജ്യങ്ങളിൽ ഡയറക്ടർഷിപ്പ് വാങ്ങിക്കുകയും ഇങ്ങനെ യു കെ കമ്പനിയായിട്ട് അസസ് ചെയ്യുന്ന സാഹചര്യം മനസ്സിലാക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അസസ് ചെയ്ത് ടാക്സബിലിറ്റി ചെക്ക് ചെയ്യണം. ഇങ്ങനെ ടാക്സ് അസസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് HMRCയിൽ നിന്ന് നോട്ടീസ് കിട്ടുകയും ഇത് പ്രകാരം യു കെ റെസിഡൻറ്റ് കമ്പനിയായിട്ട് കണക്കാക്കിയാൽ വലിയ ടാക്സ് ലയബിലിറ്റി കൊടുക്കേണ്ടതായി വരുന്നു. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ യു കെ ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി യു കെയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും സ്കെയിലപ്പ് ചെയ്യുവാനും ടാക്സ് അഡ്വൈസോ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ മറ്റ് ലീഗൽ അഡ്വൈസോ കിട്ടുന്നതിനുള്ള അവസരം ഉള്ളതായിരിക്കും. യു കെ ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് യു കെ ബിസിനസ്സിനെ പറ്റി, യു കെ ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, യു കെ എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.